Dear students, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറൻസ് ബിറ്റ്വീൻ OTCEI ആൻഡ് അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. OTCEI എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻ, എങ്ങനെയാണ് OTCEIയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസ് നടക്കുന്നത്, അതും നോർമൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഗ്രേഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. പലതരം ഗ്രേഡ് സിസ്റ്റംസ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്രേഡ് സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് സ്റ്റോക്കിന് പലതരത്തിലുള്ള ഗ്രേഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസിൽ ഗ്രേഡ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് BSE ആണ്. സോ ദ BSE ക്ലാസിഫൈസ് സ്റ്റോക്ക് അണ്ടർ 6 ഗ്രേഡ്സ്. 6 രീതിയിലുള്ള ഗ്രേഡ്സ് ആണ് BSE സ്റ്റോക്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തത് ഗ്രേഡ് A, പിന്നെ വരുന്നത് B, T, S, അതേപോലെ TS ഗ്രേഡ്, Z ഗ്രേഡ് തുടങ്ങിയിട്ടുള്ള സ്കോഴ്സ് ആണ് സ്റ്റോക്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്സ് എല്ലാം, ഈ ഗ്രേഡ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്സിൻ്റെ സൈസ്, അതേപോലെ അതിൻ്റെ ലിക്വിഡിറ്റി, അതിൻ്റെ എക്സ്ചേഞ്ച് കപ്പാസിറ്റി, അങ്ങനെയുള്ള അതിൻ്റെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്കിന് ഗ്രേഡുകൾ നൽകുന്നത്. BSEൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ ഗ്രേഡുകൾ, അതായത് ABTS തുടങ്ങിയ ഗ്രേഡുകളെല്ലാം തന്നെ സ്റ്റോക്സിന് BSE നിർണ്ണയിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. വാട്ട് ഈസ് A ഗ്രേഡ് സ്റ്റോക്ക്? ഏത് രീതിയിലുള്ള സ്റ്റോക്സിനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ A ഗ്രേഡ് സ്റ്റോക്സ് എന്ന് വിളിക്കുന്നത്? They are most liquid counters among the whole lot of stocks listed in the BSE. BSEയിലെ മോസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിനെയാണ് നമ്മൾ A ഗ്രേഡ് സ്റ്റോക്സ് എന്നുള്ള കാറ്റഗറിയിൽ വെക്കുന്നത്. അതിൽ നമ്മൾ BSEയിലുള്ള ഓൾമോസ്റ്റ് 30 സ്റ്റോക്സ് എല്ലാം തന്നെ A ഗ്രേഡ് സ്റ്റോക്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സോ ഓൾമോസ്റ്റ് ഓൾ ലിക്വിഡ് 30 stocks are generally known as A grade stocks. They are always highly liquid. The second category of stock is T grade stocks. ഇപ്പോൾ രണ്ടാമതായിട്ട് BSE കാറ്റഗറൈസ് ചെയ്യുന്നത് T ഗ്രേഡ് സ്റ്റോക്സ് എന്നുള്ള ഒരു കാറ്റഗറിയാണ്. T ഗ്രേഡ് എന്ന് വെച്ചാൽ ട്രേഡ് ടു ട്രേഡ് കാറ്റഗറി. ഇപ്പോൾ ട്രേഡ് ടു ട്രേഡിൻ്റെ ഷോർട്ടായിട്ടാണ് T എന്നുള്ള ഇൻഡിക്കേഷൻ ഇവിടെ വയ്ക്കുന്നത്. ഇതെങ്ങനെയുള്ള സ്റ്റോക്കാണെന്ന് പറഞ്ഞാൽ ദി സ്റ്റോക്സ് ആർ ട്രേഡ് ടു ട്രേഡ് സ്റ്റോക്ക് ഫോർ ട്രേഡ് ടു ട്രേഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. ട്രേഡ് ടു ട്രേഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിന്, അതായത് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രം ഒരു കാറ്റഗറി ആയിട്ട് വെക്കുന്നതാണ് T ഗ്രേഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ ദ സ്റ്റോക്സ് ദാറ്റ് ഫോൾ അണ്ടർ ട്രേഡ് ടു ട്രേഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഓഫ് ദ എക്സ്ചേഞ്ച് കം അണ്ടർ T ഗ്രേഡ് സ്റ്റോക്ക് കാറ്റഗറി. നെക്സ്റ്റ് വരുന്നതാണ് S ഗ്രേഡ് സ്റ്റോക്സ്. S ഗ്രേഡ് സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ സ്റ്റോക്സിനെയാണ് S ഗ്രേഡ് സ്റ്റോക്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. These are scrips that fall under BSE's Internext segment. BSEയുടെ Internext സെഗ്മെൻറ്റിൽ വരുന്ന സ്റ്റോക്സിനെയാണ് S ഗ്രേഡ് സ്റ്റോക്സ് ആയിട്ട് പറയുന്നത്. Internext സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ BSEയുടെ സ്മോൾ ആൻഡ് മീഡിയം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്ക് സെഗ്മെൻറ്റിനെയാണ് Internext സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന കാറ്റഗറീസ് ഓഫ് സ്റ്റോക്കിനെയാണ് S ഗ്രേഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്, അതായത് കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് ₹5 crores. ടിപ്പിക്കലി ഒരു കമ്പനിയുടെ ടേൺ ഓവർ 5 crores ഉണ്ടായിരിക്കുകയും അതേപോലെ അസറ്റ് 3 crores ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത്തരം കമ്പനികളുടെ സ്റ്റോക്കുകൾ എല്ലാം തന്നെ S ഗ്രേഡ് സ്റ്റോക്സിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ടേൺ ഓവർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ കൂടെ ഏതിനുണ്ട്? S ഗ്രേഡ് സ്റ്റോക്സിനുണ്ട്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റോക്ക് ഇസ് TS ഗ്രേഡ്. TS ഗ്രേഡ് എന്ന് പറയുന്ന നെക്സ്റ്റ് കാറ്റഗറി അതൊരു മിക്സാണ്, അതായത് രണ്ട് സ്റ്റോക്ക് ഗ്രേഡുകളുടെ മിക്സ് ആയിട്ടാണ് TS ഗ്രേഡിനെ പറയുന്നത്. ഒന്ന് T ഗ്രേഡിൻ്റെയും അതേപോലെ S ഗ്രേഡിൻ്റെയും കോമ്പിനേഷനാണ് TS ഗ്രേഡ്.
എസ് ഗ്രേഡ് സ്മോൾ ആൻഡ് മീഡിയം സ്റ്റോക്സ് ആണ്, സ്മോൾ ആൻഡ് മീഡിയം കമ്പനീസിൻ്റെ സ്റ്റോക്സ് ആണ്. ടി ഗ്രേഡ് എന്ന് പറയുന്നത് ട്രേഡ് ടു ട്രേഡിൻ്റെ സ്റ്റോക്കാണ്. ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് ടി എസ് ഗ്രേഡിനെ പറയുന്നത്. ഇവിടെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഈ ഒരു സ്റ്റോക്കിൽ ദർ ഇസ് നോ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതേപോലെ കമ്പാരറ്റീവ്ലി സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ കമ്പനികളുടെ കേസിലാണെങ്കിൽ ലിക്വിഡിറ്റി ഏറ്റവും കുറവുള്ള ഒരു സ്റ്റോക്ക് ഗ്രേഡ് കൂടിയാണ് ടി എസ് ഗ്രേഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബി എസ് സി ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഗ്രേഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള, കൊമേഴ്സിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് ഹെഡ്സ് ആണ് ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതെന്താണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബുൾ മാർക്കറ്റ്, the prices of stock move up continuously. There is a confidence among investors. സ്റ്റോക്കിൻ്റെ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ബുൾ മാർക്കറ്റ്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്, അതായത് സ്റ്റോക്ക് പ്രൈസ് കൂടുന്ന സമയത്ത് ആ കമ്പനി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു നീഡ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇൻക്രീസ് ചെയ്ത് വരുന്നത് കാണാം. അങ്ങനെയുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ഇൻട്രസ്റ്റ് ആണ് കൂടുന്നത്. അതേപോലെ ദർ ഇസ് ലോട്ട് ഓഫ് ട്രേഡിംഗ് അറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡ്യൂറിങ് ദിസ് ടൈം. ഈ ടൈമിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടുതലായിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബിയർ മാർക്കറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ബുൾ മാർക്കറ്റ്. നമ്മൾ ബുൾ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്, അതിലൂടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബിയർ മാർക്കറ്റിൻ്റെ കേസിൽ വരുന്നത്. അതായത് പ്രൈസ് കീപ് ഫോളിങ് ആൻഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് റെഡ്യൂസസ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയുന്നത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു. അതേപോലെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രേഡിംഗ് വോളിയം റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും സ്റ്റോക്കിൻ്റെ ഗ്രേഡ്സ് ആണ്. ബി എസ് സി അനൗൺസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ഗ്രേഡ്സ് ഏതൊക്കെയാണ്, അതേപോലെ ബുൾ മാർക്കറ്റ് ആൻഡ് ബിയർ മാർക്കറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.